ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഉലുവക്കഞ്ഞി ഉണ്ടാക്കാം. ഈ കർക്കിടക മാസത്തിൽ ഉലുവക്കഞ്ഞി വെച്ച് കുടിക്കുന്നത് ശരീരത്തിന് വളരെയധികം നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ വേദനകൾ, നടുവേദന അങ്ങനെയൊക്കെ ഉള്ളത് മാറിക്കിട്ടാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ പ്രസവ സംരക്ഷണത്തിനും ഒക്കെ നല്ലതായ ഉലുവക്കഞ്ഞി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് പൊടിയരിയാണ് എടുത്തേക്കുന്നത്. ഇതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പൊടിയരി എടുത്തിട്ടുണ്ട്. അപ്പോഴേ തവിട് ചേർന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാം, പച്ചരി വേണമെങ്കിലും എടുക്കാം. അരി എടുത്ത് അതേ ഗ്ലാസ്സിന് തന്നെ അതിൻ്റെ നേരെ പകുതി ഉലുവ കൂടി എടുക്കാം. വൈകിട്ടാണ് നിങ്ങൾ ഉലുവക്കഞ്ഞി വെക്കുന്നതെങ്കിൽ രാവിലെ തന്നെ ഈ ഉലുവ കഴുകി വെള്ളത്തിലിടാൻ ശ്രദ്ധിക്കണം. 2-3 വെള്ളത്തിൽ നിന്ന് കഴുകി കളഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് ഇടണം. എന്നാലേ പെട്ടെന്ന് വെന്ത് വരത്തുള്ളൂ. രാവിലെ ഉലുവക്കഞ്ഞി വെക്കുകയാണെങ്കിൽ തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം. ഇപ്പോഴും ഞാൻ കഞ്ഞിക്കായിട്ട് എടുത്ത് വെച്ചേക്കുന്ന ഉലുവയൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഞാൻ എടുത്ത് വെച്ചിരുന്ന അരി കൂടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഉലുവയും വെള്ളവും കൂടെ അല്ലേ, കുതിർന്നിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ച് അതങ്ങ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ വെള്ളം കളയരുത്. അതിൻ്റെ കൂടെ കഴുകി വെച്ചേക്കുന്ന അരി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കഞ്ഞിക്ക് ആവശ്യമായിട്ട് വേണ്ടുന്നത് 1 മുറി തേങ്ങയുടെ പാലാണ്. അതിൻ്റെ 1-ാം പാൽ ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം 2 പ്രാവശ്യം ഞാൻ പിഴിഞ്ഞെടുത്ത പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരി ഉലുവയും നമ്മൾ കുക്കറിലിട്ടില്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് 5 വിസിൽ കേൾപ്പിക്കാം. ഞാനിപ്പോൾ 5 വിസിലാണ് കേൾപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിയുടെ അനുസരിച്ചുള്ള വിസിൽ കേൾപ്പിക്കണം. കുക്കർ അടച്ച് വെച്ച് ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അരി ഉലുവയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴും കറക്റ്റ് വെള്ളം വറ്റി വന്നിരിക്കുകയാണ്. അപ്പോഴും നമുക്കൊരു ഇച്ചിരി ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം മാത്രമേ തേങ്ങാപ്പാൽ ഒഴിക്കാവൂ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉലുവക്കഞ്ഞിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ തിളപ്പിക്കാനായിട്ട് നിൽക്കേണ്ട. കഞ്ഞി നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് നമ്മൾ തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് ഇളക്കിയെടുത്താൽ മതി. പിന്നെ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നതിൽ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. പക്ഷെ തിളച്ച് പോകരുത്. ഇങ്ങനെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കിയാൽ ഒരു ശകലം പോലും കയ്പുണ്ടാകത്തില്ല. നല്ല ടേസ്റ്റുമാണ്. ആർക്ക് വേണമെങ്കിലും കുടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.